ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ആണ്. അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോ ആയിട്ടല്ല ചെയ്യുന്നത്, സെപ്പറേറ്റ്, അതായത് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വേണമെന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആദ്യം മുതൽ അവസാനം വരെയാണ്. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിലെ പാർട്ട് 1 വീഡിയോ ആണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇത് അവസാനം വരെ കാണുക. ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഒരു കുർത്തിയാണ് നമ്മൾ സ്റ്റിച്ചിങ് അല്ല എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് മെറ്റീരിയൽ സെറ്റാണ്, അത് ഞാൻ ബോട്ടം കാണിച്ചത്. അപ്പോൾ ഓൾറെഡി ബോട്ടം സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ഷോള് വരുന്നത് ഈ ഒരു ഡിസൈനോട് കൂടിയാണ്. അപ്പോൾ ഞാൻ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനുള്ള ഐഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോളിലെ ഡിസൈൻ പോലെയുള്ള ഫ്ലവർ ഞാനിങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ ട്രേസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ ഒരു ഫ്ലവർ വെച്ചിട്ടാണ് ഞാനിതിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു ഡിസൈനല്ല വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഫ്ലവർ ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിന് ആ ഫ്ലവറിന് ഔട്ടർ ലൈൻ പോലെ ഇങ്ങനെ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ടൊന്ന് ഡാർക്ക് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കുക കേട്ടോ. ബാക്കി വന്നേക്കുന്ന ഡിസൈനൊക്കെ ഞാൻ ഹാൻഡ് ത്രൂ ആണ് വരച്ചേക്കുന്നത്. ഫ്ലവർ മാത്രമാണ് ഇങ്ങനെ സ്റ്റെൻസിൽ ചെയ്തേക്കുന്നത്. ഓക്കെ, അതിനുള്ളിൽ വരുന്ന വർക്കുകളൊക്കെ ബീഡ്സ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പേപ്പറിന് 8.5 ഇഞ്ചാണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് 4.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ആ സെയിം തന്നെ നേരെ താഴെ അടിയിലും 4.25 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ നെക്കിൻ്റെ, അതായത് ഞാൻ എന്തോരം ഡിസൈന് ലെങ്ത് വേണമെന്ന് ഞാൻ ഇതിൽ പറയുന്നില്ല, കാര്യം നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ നെക്കിന് വിഡ്ത്ത് 3.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ 3.5, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ 3.5, മൊത്തം 7 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത്. അപ്പോൾ നിങ്ങളുടെ നെക്കിന് ഇഷ്ടമുള്ള വിഡ്ത്ത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് വി ഷേപ്പിലാണ് കേട്ടോ ഞാൻ വരച്ചേക്കുന്നത്. സ്ക്വയർ നെക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഒരു അതായത് ഇപ്പോൾ പേപ്പറിൽ മടക്കി കാണിക്കാൻ മെറ്റീരിയൽ എങ്ങനെയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരു 2.5 മീറ്റർ മെറ്റീരിയൽ ആണെങ്കിൽ ഇതേപോലെ ഹാഫായിട്ട് മടക്കുക, ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതേപോലെയാണ് കേട്ടോ ഞാൻ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഹാഫ് പോർഷനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇനി നെക്ക് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ 2 ക്ലോത്തിൻ്റെയും സെൻറ്റർ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കറക്റ്റ് ലെവലിൽ മടക്കിയെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി അപ്പോൾ ഞാൻ മടക്കി പിടിച്ചേക്കുന്ന വശം കണ്ടോ, അവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സെൻറ്റർ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നീങ്ങിപ്പോയാലും പ്രോപ്പറായിട്ട് ആ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കട്ടിങ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 2 ഇഞ്ചാണ് കേട്ടോ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡൊക്കെ പുറത്തേക്ക് ചെയ്ത് കൊടുക്കുന്നവർക്കാണെങ്കിലും ഒന്നുകിൽ 2 അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഇടാം. അപ്പോൾ ഞാനിപ്പം ലെങ്ത്, ഇപ്പം മെറ്റീരിയൽ അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് 2 ഇഞ്ച് ഇട്ടാട്ടോ ചെയ്യുന്നത്. എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതേപോലെ 2 ഇഞ്ച് ഇട്ട് ചെയ്യുന്നു. അപ്പോൾ 2 ഇഞ്ച് ഇട്ട് തന്നെ നിങ്ങൾക്ക് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ട താഴെയാണ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തുണി മെറ്റീരിയലൊന്ന് കുറച്ച് മേളിലോട്ട് കയറ്റി വെക്കട്ടെ കേട്ടോ. കാര്യം ഈ മെറ്റീരിയൽ നമ്മൾ ഒഴിക്കണേ ഉള്ളതായത് കാരണം ചിലപ്പോൾ ഒന്ന് കയറ്റി വെക്കുമ്പോൾ കയറി ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മെല്ലെ കേട്ടോ കയറ്റി വെച്ചേ. അപ്പോൾ ഇതേപോലെ 5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്വയർ നെക്കാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3.5 ഇഞ്ചാണല്ലോ ആ ഒരു പേപ്പറിൽ നമ്മൾ മാർക്ക് ചെയ്ത്. അപ്പോൾ ആ സെയിം 3.5 ഇഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ ചെയ്യാം. നോർമലൊക്കെ ഇപ്പോൾ എല്ലാവരും 3.5 ഇഞ്ചാണ്ടോ ചെയ്യുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് കുറഞ്ഞ നെക്കൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട. 3 ഇഞ്ചൊന്നും ഇപ്പോൾ ആരും എടുക്കില്ല. കൂടുതൽ ആൾക്കാർക്കും കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ് ഇഷ്ടം. എനിക്കും അതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 3.5 ഇഞ്ച് തന്നെ ചൂസ് ചെയ്യുന്നു. എടുക്കാതെ ഇതുപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതേ താഴത്തും ഇതേപോലെ 3.5 ഇഞ്ച് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ആക്കുന്നു. അപ്പോൾ ഓൾറെഡി സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് സ്ക്വയറായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ നെക്കോ റൗണ്ടോ വിയോ ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ സ്ക്വയർ നെക്ക് ഇതേപോലെ മാർക്ക് ചെയ്തു, കറക്റ്റായിട്ട് വരച്ചെടുത്തു. അപ്പോൾ ഈ ഒരു പെൻസിലാകുമ്പം പെട്ടെന്ന് അങ്ങനെ ക്ലോത്തിൽ നിന്ന് മാഞ്ഞു പോകില്ല കേട്ടോ. അത് കാരണം കുഴപ്പമില്ല. എന്നിട്ട് ഇതേ ഇതിൻ്റെ അപ്പുറത്തെ ഇപ്പോൾ ഒരു സൈഡ് മാത്രമല്ലേ നമ്മൾ മാർക്ക് ചെയ്തുള്ളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതേപോലെ കറക്റ്റ് സ്ക്വയറായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ താഴെയാണ് എവിടെയാണ് ഞാൻ വർക്ക് വരുന്നതെന്ന് പറയാം. അതായത് നെക്കിൻ്റെ ഈ ഒരു വർക്ക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ നെക്കിൻ്റെ താഴത്തെ ഈ പോർഷനിൽ നിന്ന് വി ഷേപ്പ് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ
നെക്കിൻ്റെ നമ്മൾ മാർക്ക് ചെയ്യുമ്പം ഇതേപോലെ 4 ഇഞ്ച് വിട്ട് താഴത്തേക്കൊന്ന് ലൈൻ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്ക് വെച്ച് വരച്ചിട്ടേ ഈ ക്ലോത്ത് ഇങ്ങനെ ഒഴുക്കിനുള്ള ക്ലോത്ത് ആയത് കാരണം നല്ല പാങ്ങനെ അങ്ങോട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വൈറ്റ് വരച്ചതിൻ്റെ താഴെയാണ്ടോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് സെൻറ്റർ പോയിൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് സൈഡിലത്തെ മെഷർമെൻറ്റും എല്ലാം കറക്റ്റായ രീതിയിൽ നമുക്ക് പേപ്പർ വെച്ച് കൊടുത്ത് വേണം ചെയ്യാൻ. അപ്പോൾ അതിന് മുന്നേ ഇതിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അതായത് ഇതൊന്ന് ഓയിൽ ഷീറ്റാണ് കേട്ടോ. ഈ ഓയിൽ ഷീറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ട്രേസിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യുന്നതാണ് ഓയിൽ ഷീറ്റ്. ഇതേപോലെ വെക്കുക, ഇതിലേക്ക് ട്രേസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനടിയിൽ നമുക്ക് അത് ട്രേസ് ചെയ്തതിന് ശേഷം അടിയിൽ യെല്ലോ കാർബൺ വെച്ച് ഡയറക്റ്റ് ക്ലോത്തിലേക്ക് വരയ്ക്കാം. ഓക്കെ, ഇതുപോലെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ വെക്കുക, വരയ്ക്കുക. ട്രേസ് ചെയ്ത പടം ഇതിനടിയിൽ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ക്ലോത്തിലേക്ക് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഓയിൽ ഷീറ്റ് ചൂസ് ചെയ്യുന്നില്ല. ഓയിൽ ഷീറ്റ് വെച്ച് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഡാർക്കായിട്ടുള്ള ഷെയ്ഡിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ സെയിം തന്നെ മെറ്റീരിയൽ തന്നെയാണ്, എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഷീറ്റിൽ വരയ്ക്കാത്തത്. നിങ്ങൾ ആ രീതിയിൽ തന്നെ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചൂസ് ചെയ്യാനുള്ള പ്രോപ്പറായിട്ട് നല്ല ഡാർക്കായിട്ട് നമുക്ക് വരച്ച് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ഫുള്ളിങ്ങനെ ഇതിൽ വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററും സൈഡും ഒക്കെ നോക്കി പ്രോപ്പറായിട്ട് വെച്ച് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വരച്ചെടുക്കാവൂ കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പം ചെറുതായിട്ട് ലൈൻസിൽ ചെറിയ ഇടയ്ക്ക് വരാത്ത പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഓയിൽ ഷീറ്റിൽ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയുമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ അടുത്ത ദിവസം ഉണ്ടാവും. താങ്ക് യു.